ഇന്ത്യക്കെതിരെ വീണ്ടും വിവാദ പരാമർശവുമായി ബംഗ്ലാദേശ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വീണ്ടും വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ മുൻ ഉദ്യോഗസ്ഥൻ. ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് കൈവശപ്പെടുത്തണമെന്നായിരുന്നു വിരമിച്ച മേജർ ജനറൽ ഫസ്ലൂർ റഹ്മാന്റെ വിവാദ പരാമർശം. ഇതിനായി ചൈനയുടെ സഹായം ആവശ്യപ്പെടണമെന്നും റഹ്മാൻ പറഞ്ഞു. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ഇന്ത്യയുമായി ബംഗ്ലാദേശ് കൂടുതൽ അകലുകയാണ്. ഇതിനിടെയാണ് ഈ പരാമർശം ഉണ്ടാകുന്നത്. നേരത്തെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരുന്നു. ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ മാത്രം ചുറ്റപ്പെട്ടതാണ് എന്നും കടൽ സുരക്ഷയിൽ ബംഗ്ലാദേശ് നിർണായകമാണ് എന്നും ചൈന ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നുമായിരുന്നു യൂനുസ് പറഞ്ഞത്. ഈ പരാമർശത്തോട് ഇന്ത്യ കനത്ത രീതിയിലാണ് പ്രതികരിച്ചത്. ബംഗ്ലാദേശിന് അനുവദിച്ചിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഇന്ത്യ റദ്ദാക്കുകയാണ് ചെയ്തത്. മറ്റ് രാജ്യങ്ങളിലേക്ക് ചരക്ക് കയറ്റി അയക്കാൻ ബംഗ്ലാദേശിന് വേണ്ടി ഇന്ത്യൻ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ തുറന്നുകൊടുത്തിരുന്നു. ഇതാണ് റദ്ദാക്കിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു വിവാദ പരാമർശവുമായി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനോട് ഇന്ത്യൻ സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കിക്കാണണം.